ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേ വന്നു മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് മുന്നേറ്റക്കാർ. ആത്യന്തിക വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പതിവ് തെറ്റിച്ചില്ല. സഭയുടെ സിനഡാനന്തര സർക്കുലർ ഇറങ്ങി, പിന്നാലെ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലറും. ഏത് സർക്കുലറാണ് നിലനിൽക്കുക? മുന്നേറ്റക്കാരുടെയോ സഭയുടെയോ? ഇതുവരെയുള്ള രീതി അനുസരിച്ച് മുന്നേറ്റക്കാരുടെ സർക്കുലറിനാണ് മുൻതൂക്കം. സഭയുടെ സർക്കുലറിന് വിലയുണ്ടാകാറില്ല. മാത്രമല്ല, മുന്നേറ്റക്കാരുടെ സർക്കുലറാണ് എറണാകുളത്തിന്റെ ചുമതലയുള്ള മെത്രാപ്പോലിത്തമാരും അനുസരിക്കാറുള്ളത്, വൈദികരും അനുസരിക്കാറുള്ളത്. അതാണ് പതിവ്. സമവായ മാർഗരേഖയുടെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു. രാവിലും വൈകിട്ടൊക്കെ ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് 3:30 ഒരു ഉച്ചയോർക്ക കുർബാന ചൊല്ലിയാൽ മതി എന്ന് മുന്നേറ്റക്കാരൻ പറഞ്ഞു. അതാണ് വൈദികർ കേട്ടത്. മെത്രാന്മാർ പറഞ്ഞത് കേട്ടോ? ഇല്ലല്ലോ. അപ്പോൾ മെത്രാന്മാരുടെ സർക്കുലറിന് വില ആരും കൽപ്പിച്ചിട്ടില്ല. മുന്നേറ്റക്കാർ ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല. മെത്രാന്മാരുടെ വില തന്നെ പോയി കിടക്കുകയാണ്. പിന്നെയാണോ സർക്കുലറിന് വില? അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ. ഏതായാലും ഈ മുന്നേറ്റക്കാരുടെ പിന്നാക്ക സർക്കുലർ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് കാരണം ഞാൻ ഏറ്റവും അവസാനം ഞാൻ പറയാം. ഓരോന്നും അവരെഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ട് എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്താണ് ഇവരുടെ ഈ കുറിപ്പിന്റെ ലക്ഷ്യം എന്ത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ സമാപനത്തിൽ പറയാം. മുന്നേറ്റക്കാരനും കൂട്ടാളികളും പറയുന്ന വാക്ക്: ഈ സിനഡാനന്തര സർക്കുലർ ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാനാവില്ല. അതാണ് അവരുടെ തലക്കെട്ട്. ഈ സിനഡാനന്തര മെത്രാന്മാരുടെ സിനഡാനന്തര സർക്കുലർ ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാർ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാനാവില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങുമ്പോൾ, ഈ അൽമായ മുന്നേറ്റക്കാർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മെത്രാന്മാരുടെ ഒരു പ്രതികരണം? ഈ മുന്നേറ്റക്കാരുമായിട്ടൊക്കെയാണല്ലോ ചർച്ചയ്ക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ മെത്രാൻ സിനഡോ, അതിന് സെക്രട്ടറിയോ, അതിന് ചാൻസലറോ, അല്ലെങ്കിൽ PROയോ ഒരു മറുപടി കൊടുക്കണ്ടേ? ആരാണ് ഈ അൽമായ മുന്നേറ്റക്കാര്? ഈ സിനഡാനന്തര സർക്കിൾ ഞങ്ങൾ അംഗീകരിക്കില്ല, അംഗീകരിക്കാനാവില്ല എന്ന് ഇതുപോലെ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ ഒരൽപ്പം ആത്മബോധമുള്ള, ആത്മാഭിമാനമുള്ള ആരെങ്കിലും സഭാ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ, ഔദ്യോഗിക പദവികൾ ഉള്ളവരുണ്ടെങ്കിൽ ഒരു പ്രതികരണം കൊടുക്കേണ്ടതില്ലേ? അത് കൊടുക്കുമോ എന്ന് കണ്ടറിയാം. എന്താണ് ഈ മുന്നേറ്റക്കാരുടെയും കൂട്ടാളികളുടെയും വാദം? എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളുടെ പ്രതിനിധികളും സീറോ മലബാർ സഭാസനയുടെ നിർദ്ദേശ മെത്രാനുമായും മേജർ ആർച്ച് ബിഷപ്പുമായും കഴിഞ്ഞ കുറെ മാസങ്ങളായി നടത്തിയ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. ഇതാണ് ഇതിലത്തെ ഈ മുന്നേറ്റക്കാരുടെ ഈ പിന്നാക്ക സർക്കുലറിലെ ഒരു ആദ്യത്തെ വചനം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എറണാകുളം അതിരൂപതയിലെ വൈദികരും ഇല്ല, എല്ലാ വൈദികരും ഇല്ല, പാപ്പാ വിരുദ്ധരും സഭാവിരുദ്ധരും ശീഷ്മയിലായ വിമത വൈദികര്. പിന്നെ വിശ്വാസികളുടെ പ്രതിനിധികളില്ല, അൽമായ മുന്നേറ്റക്കാരുടെ പ്രതിനിധികൾ. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 94% വിശ്വാസികളുടെ പ്രതിനിധികളില്ല, 6% വരുന്ന ഗുണ്ടകളുടെ പ്രതിനിധികൾ. അപ്പൊ അതുകൊണ്ട് അത് തിരുത്തി വായിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി ഈ പ്രസ്താവനയുടെ അവസാന ഭാഗം, അതിന് ഉത്തരം പറയേണ്ടത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും മെത്രാൻ സിനഡുമാണ്. എന്താണത്? ഈ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. ഈ സമവായം, ഇപ്പൊ ഈ സമവായ മാർഗരേഖയുണ്ടല്ലോ, ഉച്ചയോർക്ക കുർബാന, അത് കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷം, മാർപ്പാപ്പ തൊട്ട് കീഴ്പോട്ടുള്ള സകലരുടെയും അംഗീകാരം കിട്ടിയ ശേഷമാണ്
ചെയ്തതെന്ന് പറയുന്നു ഈ മുന്നേറ്റക്കാര്. എനിക്ക് വിശ്വാസമില്ല. ഇനി അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യം മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലത്തെയും മെത്രാൻ സിനഡും വ്യക്തമാക്കട്ടെ. ഞങ്ങൾ സിറിൽ വാസിൽ പിതാവിനോടും പൗരത്യ തിരുസംഘത്തോടും ചർച്ച ചെയ്തു എന്നൊക്കെ ആ സമവായ മാർഗരേഖയിൽ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം മാർപ്പാപ്പിയും പരിചിത സിംഹാസനവും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പൗരത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയമൊക്കെ അംഗീകാരം കൊടുത്തുന്ന അർത്ഥമുണ്ടോ? ചർച്ച ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. എഴുതി അറിയിച്ചിരിക്കുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? മെത്രാമാരെയാണോ മുന്നേറ്റക്കാരെയാണോ? ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. കാരണം ഇരു കൂട്ടരുടെയും മെത്രാമാരുടെയും മുന്നേറ്റക്കാരുടെയും വിശ്വാസ്യത തീർത്തും പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് എന്ന പ്രസ്താവന എത്രമാത്രം സത്യമുണ്ട് ഇതിനകത്ത് എന്ന കാര്യം മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും മെത്രാൻ സിനഡൊക്കെ വ്യക്തമാക്കട്ടെ. പിന്നെ ഈ പ്രസ്താവനയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം അത് തീർത്തും തെറ്റായ സംഗതിയാണ്. എന്താണത്? സമവായ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമവായം കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനത്തിൽ നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് നടപ്പിൽ വരുത്തിയത്. നടപ്പിൽ വരുത്തിയോ? ഈ സമവായ മാർഗരേഖ അനുസരിച്ച് നടപ്പിൽ വരുത്തിയോ? സമവായ മാർഗരേഖ അനുസരിച്ച് പോലും രാവിലെ 5:30-നും 10:30-നും ഇടയിലൊരു കുർബാന, അല്ലെ? ഏകീകൃത കുർബാന. അല്ലെങ്കിൽ വൈകിട്ട് 3:30-നും 5:30-ക്കും ഇടയിലോ 6:30-ക്കും ഇടയിലോ, അങ്ങനെയല്ലേ? അതിന് പിന്നാലെ ആ സർക്കുലർ സമവായ മാർഗരേഖ ഇറങ്ങിയതിന് പിന്നാലെ മുന്നേറ്റക്കാരൻ പറഞ്ഞു 3-നോ 3:30-ക്കോ മതി. അത് തിരുത്താനായിട്ട് വികാരി മെത്രാപ്പോലിത്തയോ മേജർ ആർച്ച് ബിഷപ്പോ തയ്യാറായോ? അപ്പൊ ആരെയാണ് അനുസരിക്കേണ്ടത്? ആരെയാണ് അനുസരിക്കുന്നത്? നിങ്ങളെ മെത്രാന്മാരെ നിങ്ങൾക്ക് ഒരു വലിയ ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് എന്താണ് മെത്രാൻ സ്ഥാനം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഒരുത്തൻ ഇങ്ങനെ തോന്നി പോലെ സഭയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ അവനും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി മുറിയെടുത്ത് ചർച്ച ചെയ്ത് എന്ത് തോന്നിയാസാ കാണിക്കണേ? എന്നിട്ട് നിങ്ങൾ എഴുതിയ സർക്കുലറിന് മുകളിൽ അവനൊരു സർക്കുലർ ഉണ്ടാക്കുക, അത് വൈദികരനുസരിക്കുക. പോയി ചത്തൂടെ നിങ്ങൾക്ക്. ഒരു സഭയുടെ മെത്രാന്മാരാൻ പറഞ്ഞ് നടക്കുക, മേജർ ആർച്ച് ബിഷപ്പാന്നും വികാരി മെത്രാപ്പൊലിത്തനും പറഞ്ഞ് നടക്കുക. നാണമില്ല നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയ സർക്കുലറിന് മുകളിൽ വേറൊരുത്തൻ, ഒരു അൽമായൻ, അവന്റെ ഒരു സർക്കുലർ ഇറക്കുക, എന്നിട്ട് അതനുസരിക്കുക. അങ്ങനെ ഒരു സർക്കുലർ പറ്റില്ലെന്നോ അത് ശരിയല്ലെന്നോ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് വായിൽ നാവില്ലേ? നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതും കുർബാന ഉൾക്കൊള്ളുന്നതും ഈ വായിലൂടെ നാക്കിലൂടെ അല്ലേ? ആ കർത്താവിനോട് ഒരു അല്പം കൂറ്, അല്പം സ്നേഹം കാണിക്കാൻ തോന്നണില്ലേ? നടപ്പിൽ വരുത്തി അത്രേ. എത്ര പള്ളികളിൽ നടപ്പിൽ വരുത്തി? ഈ കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനം അംഗീകാരം വാങ്ങിയ ശേഷം ഉണ്ടാക്കിയ ഈ സമവായം എത്ര പള്ളികൾ നടപ്പാക്കിയിട്ടുണ്ട്? പകുതിയോളം പള്ളികളിൽ നടപ്പാക്കിയിട്ടുണ്ടോ? കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനങ്ങൾ അംഗീകാരം കിട്ടിയ സംഗതിക്ക് പകുതിയോളം, എറണാകുളത്തെ പകുതിയോളം പള്ളികളിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടിങ്ങനെ തള്ളി മറിക്കുകയാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തിയത്. ഈ മുന്നേറ്റക്കാരും വിമത വൈദികരും പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം എന്നും നുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അവകാശവാദങ്ങൾ മുഴുവൻ നുണയാണ്. ഒരിക്കൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല. അബദ്ധത്തിൽ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല. ദേ ഡോണ്ട് ടെൽ ദ ട്രൂത്ത് ഈവൻ ബൈ മിസ്റ്റേക്ക്. ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും സത്യം പറയാറില്ല. അവർ മാത്രം നുണയെ പറയൂ. കാരണം പിശാചിനെ കുറിച്ച് പറഞ്ഞത് ഇവരെ കുറിച്ചും സത്യമാണ്. കർത്താവ് പറഞ്ഞല്ലേ, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇത് ഇവരെ കുറിച്ചും വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഈ നടപ്പിലാവാത്ത കാര്യം നടപ്പിലായി എന്ന് പറഞ്ഞ് എഴുതി വിടുന്നത്. ഇനി മുന്നേറ്റക്കാരന്റെ പിന്നാക്ക സർക്കുലറിൽ നിന്ന് വീണ്ടും, എന്നാൽ ആ സമവായത്തെ അട്ടിമറിച്ച് ധാരണകൾക്ക് വിരുദ്ധമായി സിനഡ് കുർബാന ഏതെങ്കിലും രീതിയിൽ കൂട്ടിച്ചേർക്കാൻ സാധ്യത പ്രഖ്യാപിക്കുന്ന സിനഡാനന്തര സർക്കുലർ അംഗീകരിക്കാനാവില്ലെന്ന് അൽമായ മുന്നേറ്റം അതിരൂപത സമിതി പ്രഖ്യാപിച്ചു. എവിടെയാണ് പ്രഖ്യാപിച്ചത്? പാർലമെന്റില, നിയമസഭയില, അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനത്തില? അല്ല, ഫേസ്ബുക്ക് പോസ്റ്റില്. പക്ഷെ അത് മതി. ഈ വിമത വൈദികര് അൽമായ മുന്നേറ്റക്കാർ താങ്ങി നടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ധാരാളം മതി. പാർലമെന്റോ നിയമസഭയോ സിനഡോ ഒന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഈ അൽമായ മുന്നേറ്റക്കാരൻ വെറുതെ ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. അപ്പൊ ഈ വിമത വൈദികരെ അനുസരിച്ചോളും. അത്രയും തരം താണ അധപതിച്ച് ചെളിക്കുണ്ടിൽ കിടക്കുന്നവരാണ് ഈ വിമത വൈദികര്. മനസ്സിലായ?
അത്രയും തരം താണു, അത്രയും അധപതിച്ചു. വൈദികർന്ന് വിളിക്കാൻ പറ്റാത്ത വിധം, വിമത വൈദികർന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധം അത്രയും അധപതിച്ചു. കൂതാശ വിലക്കുള്ളൊരു കൂതാശ അർപ്പിക്കുക, പണം കട്ടെടുക്കുക, സ്വർണം കട്ടെടുക്കുക, കോടതിയെ ധിക്കരിക്കുക, കോടതി പറഞ്ഞാൽ അതിനും വിപരീതം ചെയ്യുക, കോടതി അലക്ഷ്യം ചെയ്യുക, എന്നിട്ടും കുർബാന അർപ്പിച്ചിങ്ങനെ നടക്കുക. എന്താണ് ഈ അൽമായ മുന്നേറ്റക്കാർ ഇങ്ങനെ ചൊടിപ്പിച്ചത്? അത് ചൊടിപ്പിച്ചതാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാനം ഞാൻ പറയാം, എന്റെ ഒരു നിഗമനം അവസാനം പറയാം. പക്ഷെ ഈ സർക്കുലർ, സിനഡാനന്തര സർക്കുലർ കണ്ടപ്പോൾ ഇത്രമാത്രം ചൊടിക്കാനിടയിൽ കാരണം എന്താണ്? അതിലൊരു വാചകം ഇങ്ങനെയാണ്: പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിലെ ഒരു രൂപതയായിട്ട് നിൽക്കുന്നെങ്കിൽ പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത കുർബാന അതോടെ നടപ്പാക്കണമെന്നാണ്. ഏതായാലും ഈ സിനഡില് ഈ ഒരു പല്ലവി ഉണ്ടായിരുന്നു, അതിങ്ങനെ കേട്ട് കേട്ട് ആൾക്കാർ മടുത്തിട്ടായിരിക്കണം ആ പല്ലവി മാറ്റി. എന്താണ്? മെത്രാൻസിന്റെ അംഗീകരിച്ചതും പൗരസ്ത്യ സംഘം അംഗീകാരം നൽകിയതും മെത്രാൻസിനായിട്ട് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന, അങ്ങനെ ഒരു പല്ലവിയാണ് പറഞ്ഞിരുന്നത്. ആ വാചകം ഏതായാലും മാറ്റിയിട്ടുണ്ട്. കാരണം അത് കേട്ട് കേട്ട ആൾക്കാർ മടുത്ത് അതിനെതിരെ ഒരുപാട് പരാതികൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അത് നന്നായി. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ്. അപ്പോൾ നേരത്തെ ഈ മുന്നേറ്റക്കാരൻ പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ. എന്താണ്? സഭയുടെ, കത്തോലിക്ക സഭയുടെ മുഴുവൻ സംവിധാനം അംഗീകാരം വാങ്ങിയെന്ന്. അപ്പൊ അതിനകത്ത് ചേരുന്നില്ല, രണ്ടും തമ്മിൽ ചേരുന്നില്ല, ഒരു വൈരുദ്ധ്യമുണ്ട്. ഇനി ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം, മെത്രാൻ സിനഡ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല, കാരണം അത് അൽമായ സിനഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ധാരണകൾക്ക് വിരുദ്ധമായി മെത്രാൻ സംഘം എന്തെങ്കിലും ശ്രമം നടത്തിയാൽ, ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമം നടത്തിയാൽ, എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സിനഡ് കുർബാനകളും അവസാനിപ്പിക്കും ഞങ്ങള്. അപ്പോ ഈ സിനഡ് കുർബാന നടപ്പാക്കുന്നതും നടപ്പാക്കാതെ ഇരിക്കുന്നതും അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നക്കാരാണ്? അൽമായ മുന്നേറ്റക്കാര്. അവിടെ മെത്രാമാർക്കോ മെത്രാപോലിത്തമാർക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ വികാരി മെത്രാപോലിത്തയ്ക്കോ വൈദികർക്കോ പോലും ഒരു റോളില്ല. എങ്ങനെയുണ്ട് നമ്മുടെ എറണാകുളത്തെ സ്ഥിതിവിശേഷം? ഗംഭീരായിട്ടില്ലേ?